പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് കാശ്മീർ അതിർത്തിയിലേക്ക് ടെറിട്ടോറിയൽ ആർമിയെ വിളിച്ചിരിക്കുന്നു. ടെറിട്ടോറിയൽ ആർമിയെ യുദ്ധസഹായങ്ങൾക്ക് വിളിക്കാൻ പ്രതിരോധ മന്ത്രാലയം കരസേനാ മേധാവിക്ക് വിപുലമായ അധികാരം നൽകി ഉത്തരവിറക്കി. പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമിയെ അണിനിരത്താൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ 40,000 പേർ സജീവമായും ലക്ഷക്കണക്കിന് സൈനികർ റിസർവിലും ടെറിട്ടോറിയൽ ആർമിക്കുണ്ട്. കേരളത്തിലും ടെറിട്ടോറിയൽ ആർമിക്ക് ക്യാമ്പുകളുണ്ട്. ഇതോടെ രജിസ്റ്റർ ചെയ്തതും പരിശീലനം പൂർത്തിയാക്കി സിവിൽ ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾക്കും ഉടൻ അറിയിപ്പുകൾ ലഭിച്ചേക്കും. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, കാർഗിൽ യുദ്ധം എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന എല്ലാ യുദ്ധങ്ങളിലും ടെറിട്ടോറിയൽ ആർമി പങ്കെടുത്തിട്ടുണ്ട്. ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവർ, പഞ്ചാബിലും ജമ്മു കാശ്മീരിലും നടന്ന ഓപ്പറേഷൻ രക്ഷക്, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഓപ്പറേഷൻ റിനോ, ഓപ്പറേഷൻ ബജ്രംഗ്, ജമ്മു കാശ്മീരിലെ ഓപ്പറേഷൻ പരാക്രം എന്നിവയിലും ടെറിട്ടോറിയൽ ആർമി പങ്കെടുത്തിട്ടുണ്ട്. 1948 ടെറിട്ടോറിയൽ ആർമി നിയമങ്ങളിലെ റൂൾ 33 പ്രകാരം കരസേനാ മേധാവിക്ക് ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും എൻറോൾ ചെയ്ത് ഉദ്യോഗസ്ഥരെയും അവശ്യ സുരക്ഷ നൽകാനോ പതിവ് സൈനിക പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായി നൽകാനോ വിളിക്കാം. 1948 ടെറിട്ടോറിയൽ ആർമി റൂളിലെ റൂൾ 31 പ്രകാരം നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ ടെറിട്ടോറിയൽ ആർമിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും രജിസ്റ്റർ ചെയ്ത എല്ലാ വ്യക്തികളെയും അവശ്യ സുരക്ഷാ സേവനങ്ങളോ അല്ലെങ്കിൽ സാധാരണ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനോ അനുബന്ധമായി നൽകുന്നതിനോ വിളിക്കാൻ കേന്ദ്ര സർക്കാർ കരസേനാ മേധാവിയെ അധികാരപ്പെടുത്തുന്നു. പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു, ടെറിട്ടോറിയൽ ആർമി എന്നത് ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണാ സേവനങ്ങൾ നൽകുന്ന പാർട്ട് ടൈം വോളണ്ടിയർമാരടങ്ങുന്ന ഒരു സൈനിക റിസർവ് സേനയാണ്. ഇതിൽ ഓഫീസർമാർ, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാർ, നോൺ കമ്മീഷൻഡ് ഓഫീസർമാർ, ഇന്ത്യൻ സൈന്യത്തിലെ അതേ റാങ്കുകൾ വഹിക്കുന്നവരും സിവിലിയൻ തൊഴിലുകൾ പരിപാലിക്കുന്നവരുമായ മറ്റുദ്യോഗസ്ഥർ എന്നിവ ഉൾപ്പെടുന്നു. നിലവിലുള്ള 32 ഇൻഫാൻട്രി ബറ്റാലിയനുകളിൽ സദേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡ്, സെൻട്രൽ കമാൻഡ്, നോർത്തേൺ കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ്, ആൻഡമാൻ നിക്കോബാർ കമാൻഡ്, ആർമി ട്രെയിനിംഗ് കമാൻഡ് ഈ മേഖലകളിൽ വിന്യസിക്കുന്നതിനായി 14 ഇൻഫൻട്രി ബറ്റാലിയനുകളെ നിയോഗിക്കും. പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും 100-ലധികം ഭീകരരെ വധിച്ച സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷമാണ് ടെറിട്ടോറിയൽ ആർമിയെ കാശ്മീരിലേക്ക് വിളിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയുടെ 3 സ്റ്റാർ റാങ്കിംഗ് ഡയറക്ടർ ജനറലാണ് ഇത് നിയന്ത്രിക്കുന്നത്. സാധാരണയായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു ലഫ്റ്റനന്റ് ജനറൽ റാങ്കിംഗ് ഓഫീസറും പ്രതിരോധ മന്ത്രാലയത്തിന്റെ സൈനിക കാര്യ വകുപ്പിന് കീഴിലുള്ള ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിലുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പുതിയ നിയമനങ്ങൾക്കും റിക്രൂട്ട്മെന്റുകൾക്ക് പോലുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മുഖ്യധാരാ സിവിലിയൻ തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവരോ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആയിരിക്കണം. അംഗങ്ങൾ എല്ലാ വർഷവും 2 മാസത്തെ നിർബന്ധിത ശമ്പളത്തോടുകൂടിയ സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഒരു മുഴുവൻ സമയ കരിയർ നൽകുന്നില്ല എന്ന് TA പറയുന്നുണ്ട് എങ്കിലും സൈനികർക്ക് കൂടുതൽ കാലം ഇഷ്ടമെങ്കിൽ സേവനം തുടരാൻ തിരഞ്ഞെടുക്കാം. ഇന്ത്യൻ സൈന്യത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങൾക്കും ടെറിട്ടോറിയൽ ആർമിക്കും ഉണ്ട്. എന്തായാലും ടെറിട്ടോറിയൽ ആർമി യുദ്ധത്തിനായി വിളിച്ചത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുടെ ആഴം കൂട്ടുമെന്ന് ഉറപ്പാണ്. ഇനി എല്ലാ തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും കരസേനാ മേധാവിയുടെ കരങ്ങളിലാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.